ഹായ്, എല്ലാവർക്കും നമസ്കാരം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നമ്മുടെ തലപതി വിജയ് നായകനായിട്ട് വരുന്ന വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന നമ്മളൊക്കെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ നാളെ പുലർച്ചെ 4 മണിക്കാണ് ഇവിടെ കേരളത്തിൽ ഷോ ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിൽ 9 മണിക്കാണ്. സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമ എത്തിയിട്ടില്ല. മറ്റു തരത്തിലുള്ള അവർ തന്നിട്ടുള്ള അപ്ഡേറ്റുകൾ അത് വേറെ ഒരു സീൻ പോലും ഇതൊന്ന് പുറത്തു വിട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഡോട്ട് എന്ന് പറയുന്ന ഒരു തമിഴ് ചാനലിൽ ഇതിന്റെ വേൾഡ് എവർ ഫസ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതും കട്ട നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളോ അങ്ങനെ കുറച്ച് ആളുകൾ അറിയുന്ന കുറച്ച് ആളുകൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് നെഗറ്റീവ് ഇരുന്ന് സംസാരിക്കുകയാണ്. മുഖമൊന്നും കാണിച്ചിട്ടില്ല, വോയിസ് ഓവർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാം അദ്ദേഹം ഒരു കട്ട വിജയ് വിരോധിയാണ്. അദ്ദേഹത്തിന്റെ സിനിമ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഫ്ലാഗിനെ കുറിച്ച് വരെ ട്രോൾ ചെയ്യുകയും അങ്ങനെ വിജയിന്റെ എല്ലാ കാര്യം ട്രോളായിട്ട് മാത്രം പറയുന്ന, ട്രെയിലറിന് പോലും ഭയങ്കരമായിട്ടുള്ള ട്രോൾ ചെയ്യും, വളരെയധികം നെഗറ്റീവ് പറയും. പ്ലസ് അത് അദ്ദേഹത്തിന്റെ നെഗറ്റീവ് പറയാലോ, പക്ഷെ സിനിമ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഈ പറഞ്ഞ പോലെ മുൻധാരണ പ്രകാരം പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ട് കുളിക്കാൻ പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷെ തലയിൽ തണുത്ത വെള്ളം ഒഴിച്ച് ചിലപ്പോൾ ഇതങ്ങോട്ട് തണുക്കും. അത് വേണ്ട വെച്ചാൽ, കാരണം ഇവനോട് രണ്ട് വാക്ക് പറയണം, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. ഇതിന്റെ പേരിൽ ഇവൻ എന്ത് മാങ്ങാത്തോലി കാണിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം അത്ര ദേഷ്യം വരുന്നുണ്ട്. ആദ്യം ഞാൻ ഈ ന്യൂസ് എന്താന്ന് പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം മനോരമ ന്യൂസിൽ വന്നിട്ടുള്ളതാണ് ഗോട്ടിന് നെഗറ്റീവ് റിവ്യൂ, നീക്കം ചെയ്യണമെന്ന് നിർമ്മാതാവ്. ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നാണ് റിവ്യൂവിൽ പറയുന്നത്. ഞാൻ ഇവിടെ അങ്ങനെ സൈഡിൽ വെക്കാം. അത് ആദ്യത്തേത് കേട്ടോ. അപ്പൊ നിർമ്മാതാവ് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ ജി ധനഞ്ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ നിർമ്മാതാവിൽ ഒരാളായിട്ടുള്ള വ്യക്തിയാണ്. പുള്ളിക്കാരൻ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. ഹായ് സത്യൻ, ദിസ് ഇസ് ടോട്ടലി റോങ് ആൻഡ് അൺഅക്സെപ്റ്റബിൾ. ഓക്കെ, യു പ്ലീസ് വാച്ച് ദ ഫിലിം ആൻഡ് പോസ്റ്റ് യുവർ റിവ്യൂ ഓൺ 5th. ശരിയല്ലേ, 5-ാം തീയതി സിനിമ കണ്ടിട്ട് റിവ്യൂ ഇടൂ. ബട്ട് ബേസ്ഡ് ഓൺ സംവൺ സ്റ്റേറ്റ്മെന്റ്, ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് പ്രകാരം പോസ്റ്റിംഗ് സച്ച് റിവ്യൂസ് നോട്ട് കറക്റ്റ്. അതെ, യു ആർ പ്രീ ജുഡീസിങ് ദ ഓഡിയൻസ്. ഓഡിയൻസിന് മുൻധാരണ പ്രകാരം മുൻകൂട്ടി ഒരു വിധി പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് ചെയ്യാൻ ഉള്ള അവസരം കൊടുക്കേണ്ട ആവശ്യം എന്താ? പ്ലീസ് ഡിലീറ്റ് മൈ ഹംബിൾ റിക്വസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ താഴെ ഈ സത്യൻ എന്ന് പറയുന്നത്, ഈ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ റിവ്യൂ ഇട്ടിട്ടുള്ള ആളുടെ പേരാണ്. സത്യൻ രാമസ്വാമി എന്നെന്തോണ് പേര്. എന്തായാലും അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റും കൊടുത്തിട്ടുണ്ട്. സത്യൻ രാമസ്വാമി, ഗോഡ് #ഗോട്ട് മൂവി റിവ്യൂ, #ഗോട്ട് പിന്നെ ഒരു തീ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വേൾഡ് ഫസ്റ്റ് എവർ റിവ്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് ഓൺ ഡോട്ട്. എന്നിട്ട് അതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ആ വീഡിയോയുടെ ലിങ്ക്, അതൊക്കെ ഞാൻ ഈ സൈഡ് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ദ ആക്ടർ വിജയ്സ് ഗോട്ട് ഫിലിം വേൾഡ് ഫസ്റ്റ് എവർ റിവ്യൂ ഈസ് ഔട്ട് ബൈ, പിന്നെ എന്തോ സംഭവം കാണുന്നില്ല. എന്തായാലും 7:01 PM ഇട്ടിരിക്കുന്നത്, സെപ്റ്റംബർ 2, 2024. അതായത് മിനിഞ്ഞാന്ന്. 110.5K വ്യൂ ആണ് വന്നിരിക്കുന്നത്. എന്ത് പെട്ടെന്നാണ് വന്നിരിക്കണമെന്ന് അറിയോ? അങ്ങനെ ഇത്രമാത്രം നെഗറ്റീവ് പറഞ്ഞ് പരത്തി ഇത്രയും ആളുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇനി ഇതിന്റെ ഒരു വാർത്തയായിട്ട് തന്നെ മനോരമ ഓൺലൈനിൽ വന്ന വാർത്തയുണ്ട്. ഞാൻ ഈ വായിച്ചത് തന്നെയാണ്, ജസ്റ്റ് അതും കൂടെ ഒന്ന് വായിക്കാം. എന്നിട്ട് ഞാൻ ഇവൻ ഇട്ടിരിക്കുന്ന വീഡിയോന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കാട്ടോ. വിജയുടെ ഗോഡ് സിനിമ മോശമാണെന്ന് പറഞ്ഞെത്തിയ സത്യൻ രാമസ്വാമി എന്നയാൾക്ക് മറുപടിയുമായി നിർമ്മാതാവ് ജി ധനഞ്ജയൻ. ഈ പ്രവണത തെറ്റാണെന്നും പ്രേക്ഷകർക്ക് തെറ്റായ മുൻവിധി നൽകുകയുമാണെന്ന് ധനഞ്ജയൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ വായിച്ച പോലെ, ഹായ് സത്യൻ, ഇത് തീർത്തും തെറ്റാണ്. ദയവായി സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായം 5-ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. എന്നാൽ ഒരാളുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അത്തരം അവലോകനങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. എടാ മരവാഴെ എന്നും കൂടി പറഞ്ഞെങ്കിൽ നന്നായേനെ. നിങ്ങൾ പ്രേക്ഷകർക്ക് ഒരു മുൻവിധി നൽകുകയാണ്. ദയവായി അത് നീക്കം ചെയ്യൂ, എന്റെ എളിയ അപേക്ഷ. സത്യൻ രാമസ്വാമി ട്വീറ്റിന് ചെയ്ത ധനഞ്ജയൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറുകൻ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ പറയാം, അത് പോട്ടെ. ഓക്കെ, ഈ വീഡിയോ ഞാൻ ഇതിൽ വെക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ വിജയിന്റെ എന്ത് കണ്ടാലും നെഗറ്റീവ് മാത്രം പറയുന്ന ഒരാളാണ് ഈ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ ആള്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഇദ്ദേഹം പറയുന്നത് ഇതിന് ഡിസ്ട്രിബ്യൂഷനിലടക്കം ഒക്കെ വർക്ക്, ഈ വീഡിയോ പുള്ളിക്കാരൻ റിമൂവ് ചെയ്തു കേട്ടോ. അത് എന്താ പറയാ, നിങ്ങൾക്ക് എത്ര വലുതായിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇടാനായിരുന്നു. എന്തായാലും പേടിച്ച ആള് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. അതുകൊണ്ട് ഇത് അവൈലബിൾ അല്ല. അപ്പൊ പല ആളുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ടുള്ള വൈറലായിട്ടുണ്ട് ഈ വീഡിയോ. മറ്റു വീഡിയോസിനും അത്ര വ്യൂ ഒന്നുമില്ല. അത് ഏകദേശം അറൌണ്ട് ഒരു 5K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ഞാനിപ്പോ ഇതിവിടെ വെക്കാൻ പോകുന്ന ട്രെയിലർ ട്രോൾ എന്ന് പറഞ്ഞ സാധനത്തിന് 13K വ്യൂ ഉണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവിടെ വെക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ഇദ്ദേഹം പറയുന്ന ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ, അതും ഡിസ്ട്രിബ്യൂഷനിലടക്കം വർക്ക് ചെയ്യുന്ന ആളുകൾ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു,
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ നെഗറ്റീവ് ഒരു സിനിമ അതിന്റെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ഈ സിനിമ നല്ല രീതിയിൽ ഓടി നല്ല പൈസ ഉണ്ടാക്കി ബിസിനസ് മര്യാദയ്ക്ക് നടന്നിട്ട് വേണം ലാഭം ഉണ്ടാക്കാൻ. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കാൻ ഇറങ്ങുമ്പോൾ ആ സംഭവം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു കൊടുക്കുക ആർക്കെങ്കിലും, അല്ലെങ്കിൽ അത്രയും അടുപ്പുള്ള ആളുകളാണ് ഇങ്ങനൊരു ചാനലിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ, മോനെ സത്യ എന്റെ സിനിമ ഇങ്ങനെയാണ്, ഇത് ശരിയല്ല, ഇത് ഇങ്ങനെയാണ് കഥ, ഇത് വളരെ മോശം കഥയൊക്കെ പറയുന്നുണ്ടേ, ആദ്യം ഇങ്ങനെ നടക്കുന്നുണ്ട്, അങ്ങനെ കഥയൊക്കെ പറയും. ഞാൻ അതിവിടെ ഫുൾ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ചടച്ചു പോകും. കാരണം കേട്ടിട്ട് എനിക്ക് തന്നെ ഭ്രാന്തായി. കാരണം അത്രയും എക്സൈറ്റഡ് ആയിട്ട് നാളെ 4 മണിക്ക് എന്ന് പറയുമ്പോൾ 2 മണിക്ക് എണീക്കണം, കുളിച്ച് റെഡിയായി സെറ്റായി, ഒരു ഇല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ എന്താ പറയുക കുളിച്ച് കിടക്കണം, രാവിലെ എണീച്ച് പല്ലും തേച്ച് പ്രഭാതത്തികളൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് ടൈമിൽ പോവില്ല. എന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ഞാൻ അടങ്ങുന്ന നിങ്ങൾ എല്ലാവരും റെഡിയായി ഡ്രസ്സ് മാറ്റി സെറ്റായി 3 മണിക്കെങ്കിലും ഇവിടെ ഇറങ്ങണം. കാരണം തൊട്ടടുത്ത് പടമില്ല, പോകാനുള്ളത് പൂക്കോട്ടും പാടത്താണ്, ഗാലക്സിയിലാണ്. അവിടെ എത്തുമ്പോഴേക്ക് അത്രയും സമയമായി, 4 മണിക്ക് ഷോയ്ക്ക് റെഡിയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ഊളത്തരം, പച്ചയായ തെമ്മാടിത്തരം ഈ ഡോട്ടിന്റെ സത്യൻ രാമസ്വാമി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, മിസ്റ്റർ സത്യൻ, ഞങ്ങൾക്ക് എത്രമാത്രം അത് ബാധിക്കും നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? സിനിമ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് ഇങ്ങനെ ഒരു അറിവ് ആദ്യമേ കിട്ടിയിരുന്നു, ഇന്ന ആളുകൾ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞോളൂ. അതിന് മുമ്പ് ഇങ്ങനെ ഒരു ആളുകളെ വെറുപ്പിക്കാൻ നിൽക്കണം എന്തിനാണ്? നിങ്ങൾക്ക് ചാനൽ ഉണ്ട് എന്നിട്ട് തോന്നുന്നത് ചെയ്യാല. അപ്പൊ അത് അമ്മാരി തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് വേറെ കാര്യം. പിന്നെ ഈ ആളുകൾ കൊടുക്കുന്നുള്ളത് ഒരിക്കലും കൊടുക്കില്ല. ഇതിന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഇവനോട് നെഗറ്റീവ് പറഞ്ഞു കൊടുക്കൂ, അപ്പൊ തന്നെ ഇത് പൊളിഞ്ഞു. പക്ഷെ ഇങ്ങനെ പറഞ്ഞ കാര്യം ഒരുപാട് ആളുകൾക്ക് എത്തുകയും അത് വലിയ ട്രോൾ ആകുകയും അത് വലിയ ഇതിൽ ചർച്ചയാകുകയും ഒരുപാട് ആളുകൾ വിജയ്ക്കെതിരെയും സിനിമയ്ക്കെതിരെയും വരും. ഇപ്പൊ തന്നെ നെഗറ്റീവ് അടിച്ച് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തൊരു മാത്രം തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്നത്. ഇനി ഇവൻ വിജയിന്റെ എന്ത് വന്നാൽ നെഗറ്റീവ് പറയുന്ന ആളാണെന്ന് അറിയണമെങ്കിൽ കുറച്ച് കട്ട്സ് ഞാനിവിടെ വെക്കാട്ടോ, അതൊന്ന് കേട്ടു നോക്കുക. അതായത് ഇതിന്റെ ട്രെയിലർ കണ്ടതിന് ശേഷം ഇവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ട്രെയിലർ കണ്ട് ഇവൻ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അതല്ലാണ്ട് ഇവൻ മുൻധാരണ പ്രകാരം മുൻവിധിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അതും ഞാൻ ഇതിൽ വെക്കാം. റെഡി? பச்சையா தெரியுது ஒஸ்ட் விஎஃப்எக்ஸ். இவ்வளவு கேவலமான விஎஃப்எக்ஸ் அது விஜய் படத்துல இருக்குன்றதெல்லாம் கண்டிப்பா அது பார்த்தேன். இந்த விஎஃப்எக்ஸ் வந்து நம்ம சரவணா ஸ்டோர் லெஜெண்ட் இருக்காரு இல்லையா, அவரு படத்துல கூட சூப்பரா இருந்தது. அதை விட ஒஸ்டான ஒரு விஎஃப்எக்ஸ் பண்ணி அந்த மூஞ்ச காமிக்கிறானுங்க பார்க்கணும். ஏய், அந்த மூஞ்ச மட்டும் தியேட்டர்ல சர்வை பண்ணிட்டு ஒருத்தன் வெளியே வந்துட்டான். நான் இல்ல, இதே விடுங்க, மத்த விஜய் ஃபேனே நான் சொல்றேன், அவனே அந்த சர்வை பண்ணிட்டு வெளியே வந்துட்டானா இந்த படம் நீங்க சொல்றீங்க எப்போ விட்டுவீங்க, அந்த மாதிரி 500, 1000, 2000 கோடி கூட போட்டுக்கோங்க. ഇവനെ ഏതാണ് ഈ പോടാവുന്നത്? നമ്മൾ കാണണോ കാണണ്ടോ, ഇത് നമുക്കിത് സർവൈവ് ചെയ്ത് വരുള്ളത് നമ്മുടെ ഇഷ്ടം. അപ്പൊ സിനിമ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ഇത് മുൻ വിധിച്ചിട്ട് ഇത് നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല, നിങ്ങൾ സർവൈവ് ചെയ്ത് വരില്ലെന്ന് പറഞ്ഞ എനിക്ക് നിന്റെ കാര്യം പറയാം. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലേ, ഈ വെബ്സ് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ, അത് നിന്റെ ഇഷ്ടം, ഓക്കെ. പക്ഷെ അതിന് മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് വിജയ് ഫാൻസ് പോലും ഇങ്ങനെ ചെയ്തൊന്നും പറയാൻ പാടില്ല. അത് വേറൊരു കാര്യം. ഇനി അടുത്ത സാധനം ஒண்ணும் இல்ல, படம் ஆரம்பிச்சதுக்கு அப்புறம் நமக்கு வந்து கதைയാണ്. வயசான கோட் இன்ட்ரோ கொடுப்பாங்க. இன்ட்ரோ கொடுத்து இடையில வந்து அந்த சின்ன கோட்டை, நான் எப்படி தெரியுமாடா, நான் எப்படி இருந்தேன்னு தெரியுமாடா அப்படின்ற மாதிரி இந்த சின்ன கோட், அதாவது எங்கான அந்த கோட்டே வந்து எங்கா இருக்கும்போது எப்படி இருப்பாரோ அதை காட்டுவாங்க போல இருக்கு. அதுக்கப்புறம் கடைசியில வயசான கோட்டும் மகனும் சேர்ந்து படத்தை முடிக்க போறாங்க. இதுவா இருக்கலாம். அப்படிலாம் ஆரம்பிக்கும் போதே சின்ன விஜய் காமிச்சு ஆரம்பிச்சுட்டு அப்படியே போக போக பெரிய விஜயும் காட்டுறாங்க. எப்படியோ ஒண்ணு எல்லாம் பார்த்த கதை தான். இன்னொன்னு பாத்தீங்கன்னா இதுல நீங்க மோகனை வந்து ஒரு வில்லனா சித்தரிக்க ட்ரை பண்ணிருக்காங்க. அது கன்றாவினா கன்றாவி கர்ம குடமா இருந்தது. மோகனை பார்த்தோடனே அது ஒரு வில்லன் ஃபீலே இல்லை. எப்படி என்ன சொல்ல ஒன்னும் சொல்லவே முடியல. அதாவது ஒரு மாதிரி அவரை வில்லனா ஏத்துக்கிறே தோணல. ஆனா அவரு பார்த்தா ஒரு வில்லத்தனமா முடிய ஒரு மாதிரி தொங்க போட்டு ஒரு மாதிரி ட்ரை பண்ணிருக்காங்க. அவர் பாவ மனுஷன், ஒரு மாதிரி அவரு தான் போட்டு அவரை போட்டு ஓட்டு ஓட போறாங்க படத்துல, அதான் தெரியுது. முடிய தொங்க போட்டு ஒரு மாதிரி முரட்டுத்தனமா அவரும் டைலாக், நம்மளும் ஹார்ஷா பேசுற டைலாக் அப்படின்ற மாதிரி பேசிட்டு இருக்காரு. ஒன்னும் എടുക്കല. ഇവിടെ കണ്ടോ ട്രെയിലർ കണ്ടിട്ട് ഇവൻ പറയാണ്, അതായത് ആദ്യത്തെ ഒരു ഓൾഡ് ആയിട്ടുള്ള വിജയ് വരും, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അറിയാമെന്ന് വെച്ചൊരു ഫ്ലാഷ് ബാക്ക് പറയും, എന്നിട്ട് പഴയ വിജയുടെ കുറച്ച് കാര്യങ്ങൾ പറയും. സ്ഥിരം കണ്ടിട്ടുള്ള സെയിം സാധനങ്ങൾ തന്നെ എന്നാണ് പറയുന്നത്. ഒരു ട്രെയിലർ കണ്ടിട്ട് ഒരു സിനിമയെ മുഴുവനായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ സമ്മതിക്കണം കേട്ടോ, സമ്മതിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു സിനിമ എടുക്കാം. കാരണം ഒരു ട്രെയിലർ കണ്ട് നിങ്ങൾക്ക് ഇത്രയും കണ്ടിട്ട് ചെറിയൊരു ഐഡിയ വലിയൊരു സിനിമ ഉണ്ടാക്കാനുള്ള എല്ലാ കഴിവുണ്ട്. കാരണം അങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുക. നമ്മളൊക്കെ പറയും ഒരു പുസ്തകത്തിന്റെ ചട്ട നോക്കിയിട്ടാണ് ജഡ്ജ് ചെയ്തത് പറയും അല്ലെ, നെവർ ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ നമ്മൾ പറയും. അപ്പോ അത്തരത്തിലുള്ള പരിപാടി ഇവിടെ ചെയ്തിട്ടുള്ളത്. അതും ഇങ്ങനെ മനഃപൂർവ്വം കുത്തി 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 എത്രമാത്രം നെഗറ്റീവായിട്ട് പറയാൻ പറ്റുമോ അത്രയും നെഗറ്റീവായിട്ടാണ് പറയണത്. ഇത് പിന്നെ മോഹനെ കുറിച്ച് അതായിരിക്കാം, അതായത് ഇങ്ങനെ ആയിരിക്കാം കഥ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം, പുള്ളി അസ്യൂം ചെയ്യാണ് ഇത് ഇങ്ങനെയാവാം ഇത് ഇങ്ങനെയാവാം. അപ്പോഴൊക്കെ നെഗറ്റീവായിട്ട് അസ്യൂം ചെയ്യണത്. നേരെ തിരിച്ച് ഓക്കെ, ഇതിൽ വെങ്കട് പ്രഭു എന്ന് പറഞ്ഞ സംവിധായകനുണ്ട്, പുള്ളി ഇതിലെന്തോ ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, പുള്ളിന്റെ ഐഡിയോളജി എന്തായിരിക്കാം, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നുമില്ല.
അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പുള്ളി ചെയ്തിട്ടില്ല. നേരെ നെഗറ്റീവ് മാത്രം കാണാൻ ശ്രമിക്കുകയാണ്. ഈ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള പഴയ കാലം നടൻ വില്ലനായിട്ട് ഇതിൽ വരുന്നു എന്ന് പറഞ്ഞത് വില്ലനായിട്ട് കാണിച്ചിട്ട് അദ്ദേഹം തന്നെയാണോ വില്ലൻ, അദ്ദേഹം ഏതെങ്കിലും സാഹചര്യത്തിൽ സംസാരിക്കുകയാണോ, വില്ലൻ എന്ന് പറഞ്ഞിട്ടാലും ഇതിന്റെ കാര്യങ്ങൾ എന്തായിരിക്കാം, അയാൾ എന്തുകൊണ്ട് വില്ലനായി, ഇതൊക്കെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറയാനുള്ള കാര്യങ്ങളല്ലേ. ഒരാളെ ലുക്ക് മാത്രം നോക്കിയിട്ട് വില്ലനായി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഇപ്പോഴും മസിലും പിടിച്ച് കണ്ണുരുട്ടി വരണം എന്ന് നിർബന്ധമുണ്ടോ? പുള്ളി എന്തുകൊണ്ട് അങ്ങനെ ആയി, പുള്ളിന്റെ വേഷം എന്തുകൊണ്ടാണ് അങ്ങനെ, പുള്ളി എങ്ങനെ ജീവിച്ചിരുന്ന ആളാണ്, പഴയ കാലത്ത് പുള്ളി എന്തായിരുന്നു, വില്ലൻ ആവാൻ സാധ്യത ഉണ്ടോ, ഇനി വില്ലൻ ആണെങ്കിൽ തന്നെ മെയിൻ വില്ലൻ ആണോ, അതല്ലാണ്ട് വേറെ വില്ലൻ വരാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ സിനിമ കാണുമ്പോഴല്ലേ അറിയുള്ളൂ. ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ ലുക്ക് മാത്രം കണ്ടിട്ട് പറയുന്ന ഏതോ ഒരു ഡയലോഗ് മാത്രം കണ്ടിട്ട് ഇത് ഇങ്ങനെയാണ് അസ്യൂം ചെയ്യല്. അടുത്തത് ட்ரெய்லர்ல ஒரு 2 சீன் தாங்க வரும். சொல்லிட்டே இருந்தோம் பிரசாந்த் தான் படத்தை தூக்கி நீங்க போறாரு. 2 சீனுமே பிரசாந்த் வரும்போது விஜயோட ஸ்கிரீன் பிரசன்ஸே இருக்காது. ஸ்கிரீன் பிரசன்ஸ் இல்லாத ஒரே நடிகர் விஜய் தான் சொல்லிட்டே இருப்பேன். உங்களுக்கு தெரிஞ்சிருக்கும், என்ன நீங்க ஃபாலோ பண்ணிருக்கீங்க. அது காரணம் என்னன்னா அவருக்கு ஸ்கிரீன் பிரசன்ஸே இல்லை. இந்த 2 செகண்ட்ல பிரசாந்த் அந்த ஸ்கிரீன் எப்படி கேப்சர் பண்ணாருன்றது பாருங்க. அந்த ஸ்கிரீன்ல விஜய் இருப்பாரு. அதுதான் ஸ்கிரீன் பிரசன்ஸ். அது வந்து இந்த டியர்ல, அதாவது சூப்பர் ஸ்டார் ரஜினிகாந்த் இல்லாம அடுத்த டியர்ல பாத்தீங்கன்னா அது கணக்கு சித்தமா பொருந்தாள் அஜித், அதுக்கப்புறம் பிரசாந்த் தான் எழுதிக்கும். பக்கத்துல பிரபுதேவன் அடிப்பாரு, பிரபுதேவன் தெரிய மாட்டாரு, அந்த அளவுக்கு தூக்குவாரு. ஒண்ணுல சட்டையை பிடிச்சாடா அறிவு இருக்கிறவனா பேங்காக்கு வரவனா அப்படின்ற மாதிரி ஏதாவது சொல்லுவாப்புல. ஃபேமிலியை கூப்பிட்டு பேங்காக்கு டூர் போற அளவுக்கு எல்லாம் கதை எழுதி வச்சிருக்காங்க. அப்ப பாத்துக்கோங்க கதை எப்படி இருக்கும் போது. சோ பேங்காக்கு பெருப்பாரு போல இருக்கு, அது ரொம்ப பிடிப்பாங்க. அதுக்கப்புறம் இன்னொரு தடவை சட்டையை பிடிப்பாரு, அடிக்க போவாரு பிரசாந்த் விஜய். சோ அதெல்லாம் இருக்கும். ഇത് വലിയ വിവരമില്ലായ്മ എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. അതിപ്പം പറയുന്നത് വിജയ് അവിടെ നിൽക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഒരു സാധനം വെച്ചിട്ടുണ്ട് കൂടെ കേട്ടോ. ആ പറയുന്ന വീടിന്റെ കൂടെ ഇങ്ങനെ ചെറിയൊരു കട്ട് വെച്ചിട്ടുണ്ട്. അത് ട്രെയിലറിലുള്ള വിജയിന്റെ പുറകുന്നില്ല, യങ് വിജയിന്റെ പുറകുന്നില്ല ഒരു ഷോട്ടാണ്. വിജയനെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് സൈഡിൽ. ഇവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ ആയിട്ട് നമ്മുടെ പ്രഭുദേവ് കിടക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ സെന്ററിൽ ഒത്തുനടുക്ക് റെഡ് ടീഷർട്ട് ഇട്ടിട്ട് നമ്മുടെ പ്രശാന്ത് നിൽക്കുന്നുണ്ട്. ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രശാന്തിനെയാണ്. അവിടെ പ്രശാന്താണ് ഡയലോഗ് പറയുന്നത്, പ്രശാന്തിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ക്യാമറ എവിടെ ഫോക്കസ് ചെയ്യുന്നു അവിടേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകുന്നത് നല്ലൊരു സിനിമോട്ടോഗ്രാഫറുടെ, നല്ലൊരു ഡയറക്ടറുടെ കഴിവാണ്. ഇപ്പൊ ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ പ്രശാന്തിലേക്കാണ്. ഞാൻ ഒരു സാധനം ചെയ്യുമ്പോൾ, ഒരു ഡയറക്ടർ സംഭവം ചെയ്യുമ്പോൾ ഞാൻ ഇന്ന സംഭവമാണ് ഫോക്കസ് ചെയ്യുന്നത്, കാണുന്ന പ്രേക്ഷകൻ ശ്രദ്ധിക്കുന്നത് അവിടേക്കാണെന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഏത് നടനുണ്ടെങ്കിലും അയാളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ആ സാധനത്തിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രശാന്തിനെ ആ ഷോട്ടിൽ അങ്ങനെ കാണിച്ചെന്നുള്ളൂ. ഒരു ഷോട്ടല്ലേ, ആ ഷോട്ടിൽ നീ മാറി വരുമോ, ക്യാമറ എവിടേക്ക് വരാം, എവിടേക്ക് ഫോക്കസ് ആവാം, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും. മാത്രമല്ല വിജയ് ഇവിടെ തിരിഞ്ഞാണ് നിൽക്കുന്നത്, പുറകുന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ലുക്കുള്ള വിജയ് അല്ല, യങ് ഏജ് ആണ്. നമ്മള് എന്താ പറയാ, ഡി ഏജിങ് ചെയ്തിട്ടുള്ള വിജയുടെ പുറകുവശമാണ്. സൈഡിൽ നിൽക്കുന്ന പ്രഭുദേവാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ഭാഗമാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് പറയുന്ന ആളാണ് പ്രശാന്ത്. ഇതൊക്കെ ചിന്തിക്കണ്ടേ? എന്നിട്ട് ഇവൻ പറയാണ് സ്ക്രീൻ പ്രസൻസ് ഇല്ല, സ്ക്രീൻ പ്രസൻസ് ഒട്ടുമില്ലാത്ത ആളാണ് വിജയ്. പിന്നെ പുള്ളിക്കാരന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. കാരണം എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, വിജയ് ഒട്ടും സ്ക്രീൻ പ്രസൻസ് ഇല്ലാത്ത ആളാണെന്നൊക്കെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ എന്താ രജനീകാന്തിനാണെന്നോ പറയുന്നത്, കഴിഞ്ഞാൽ തല അജിത്താണ്, ഇവർക്കൊക്കെ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. പക്ഷെ ഇത് കൂടുതലെന്ന് പറയുന്നില്ല, അവിടെ നിൽക്കട്ടെ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിസ്റ്റർ സത്യൻ രാമസ്വാമി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിജയുടെ സിനിമകൾ കുറെ ഹേറ്റേഴ്സ് അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. വന്ന സാധനം തന്നെയാണ്, സെയിം സാധനം തന്നെ റിപ്പീറ്റ് അടിച്ച് വരികയാണ്, രക്ഷകനാണ്, അതാണ് ഇതാണ് മറിച്ചതാണ്. എല്ലാവരും രക്ഷകന്മാരനെയാണ്, അത് വേറെ കാര്യം, അതിലേക്ക് പോയതിന് വേറെ വീഡിയോ വേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യം പറയുന്ന ആളുകൾ പോലും തിയേറ്ററിൽ പോയി, ഹേറ്റേഴ്സ് ആണെങ്കിൽ പോലും എൻജോയ് ചെയ്ത് തന്നെയാണ് സിനിമ കാണാറുള്ളത്. ഇറങ്ങി വന്നിട്ട് കുറ്റം പറയും. അതെന്തോന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഇത്ര ഹേറ്റ് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവർ തിയേറ്ററിൽ പോകുമ്പോൾ കാണുന്നത് എത്ര സെയിം സാധനം കണ്ട് കണ്ട് മടുത്താണെങ്കിലും വീണ്ടും കാണുമ്പോൾ കൈയടിക്കണതേ അദ്ദേഹത്തിന്റെ സ്വാഗും സ്ക്രീൻ പ്രസൻസും അമ്മാതിരി ഗംഭീരമായതുകൊണ്ടാണ്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ വിജയ് സിനിമ കണ്ടിട്ടും ഉള്ളിൽ കൈയടിച്ച് പുറത്തു വന്നിരുന്നുണ്ട് ഇമാതിരി ഊളത്തരം പറയുന്ന ആളിൽപ്പെട്ട ഒരാളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അല്ലെങ്കിൽ ഒരു ഷോട്ട് മാത്രം വെച്ചിട്ട് അതും ഫോക്കസ് ചെയ്ത നടൻ പ്രശാന്ത് ആയിരിക്കെ മറ്റുള്ളവർ അവിടെ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്, സ്ക്രീൻ പ്രസൻസ് ഇല്ല എന്ന് പറയുന്നതിന്റെ ഒരു ബുദ്ധി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവണേ ഉള്ളൂ. എന്തായാലും വളരെ മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല 2 വാക്ക് മുഖത്ത് നോക്കി പറയണമെന്നുണ്ട്. പക്ഷെ എന്തായാലും ആ വീഡിയോ പുള്ളിക്കാരൻ എന്താ പറയാ പ്രൈവറ്റ് ആക്കി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തു എന്തെനിക്കറിയില്ല. ചാനലില്ല, ഞാൻ ഒരുപാട് നോക്കി. 12 ദിവസം മുൻപ് ഇട്ടിരിക്കുന്ന വിജയുടെ തന്നെ പാർട്ടിയുടെ ഫ്ലാഗിനെ കുറിച്ചുള്ള ഒരു ട്രോൾ സംഭവമാണ് പുള്ളി ലാസ്റ്റ് ആയിട്ടുള്ളത്. അതിന്റെ മുമ്പുള്ള ഒരുപാട് വീഡിയോസ് നോക്കി, അതിലൊക്കെ വിജയന് കുറ്റം പറഞ്ഞിട്ട് തന്നെ ഈ ട്രോൾ ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കൂ, ഞങ്ങൾ പടം കണ്ടിട്ട് ചിന്തിക്കാം. പിന്നെ സിനിമ കാണുന്നതിന് മുമ്പ് ഒരു റിവ്യൂ ഒന്നും പറഞ്ഞ് ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചത്, ഐ മീൻ റിവ്യൂ എന്ന് പറഞ്ഞെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് അതിനെ കുറിച്ച് സംസാരിക്കാമായിരുന്നു. അതല്ലാതെ ഇത് നെഗറ്റീവ് ആയിട്ടൊരു സിനിമയുടെ റിവ്യൂ 2 ആൾക്കാർ പറഞ്ഞു കേട്ടു, ഇതാണ് കഥ, ഇന്നതാണ് പടം പൊട്ടും എന്നൊക്കെ പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അതെന്തായാലും ഭൂലോക ഊളത്തരമായിപ്പോയി.